ഹായ് ഹലോ നമസ്കാരം. ഞാൻ റൂബി. ചട്ടിയൻ തവി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ്. അത് പെട്ടെന്ന് ഈസി ആയിട്ടൊരു പോർക്ക് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ഞാൻ 1 കിലോ പോർക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ പോർക്കിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഈ മഞ്ഞളും ഉപ്പും എല്ലാം ഈ പോർക്കിലൊന്ന് പിടിക്കട്ടെ. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഇതിനകത്ത് ഉപ്പും മഞ്ഞളും അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. വെള്ളവും ചേർത്തിട്ടില്ല, എണ്ണയും ചേർത്തിട്ടില്ല. ഇതിനകത്തുനിന്ന് നെയ്യ് ഇറങ്ങി വരും. ആ നെയ്യിൽ കിടന്ന് വെന്തോളും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. പോർക്ക് വേകുന്ന സമയത്തിന് നമ്മൾക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഒനിയൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമേ എണ്ണയിലിട്ടാൽ പൊട്ടിത്തെറിക്കുക. അതിനെ ഞാൻ ഒനിയൻ ഇട്ടിട്ട് അതിന് നടുക്കോട്ടിട്ട് ഇത് വഴറ്റിയെടുക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം. ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് വഴറ്റാം. ഇത് നല്ല ബ്രൗൺ കളറാണ്. ഈ ഒനിയൻ നല്ല ബ്രൗൺ കളറാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണവും മാറും. ഞാൻ 1 സ്പൂൺ എണ്ണയെ ഒഴിച്ചു കൊടുത്തുള്ളൂ. കാരണം നമ്മുടെ പോർക്കിനകത്ത് നെയ്യുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. ഇഞ്ചി വെളുത്തുള്ളിയിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ പോർക്കിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും. അതിനകത്ത് ഉപ്പുണ്ട്. അതിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇത് വഴന്ന് കിടട്ടെ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ 1/2 സ്പൂൺ ഇട്ടു. ഇനി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി ബ്രൗൺ കളറായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് കൂടെ എടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ പോർക്കൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ പോർക്ക് ഫുള്ളായി ഇതിനകത്തിട്ടു. ഇനി ഇത് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഈ പോർക്ക് ഫ്രൈ ആകുന്നതനുസരിച്ച് ഈ മസാല നല്ലതായിട്ട് ഫ്രൈ ആയിക്കോളും. ഇനി ഞാൻ ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ പോർക്കിനകത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനിയും ചേർക്കാൻ പോകുന്നത് എരിവിന് വേണ്ടി കുരുമുളക് പെപ്പർ പൗഡറാണ്. നമുക്കിതിനകത്ത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി ലാസ്റ്റ് ബാക്കി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇടത് ഫ്രൈ ആകട്ടെ. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതാണ് സോയാ സോസ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ഈ പോർക്കിലോട്ട് പിടിക്കും. അപ്പോൾ ഈ പോർക്കിന് ഒരു കളർ ചേഞ്ച് കിട്ടും, ഒരു ബ്ലാക്ക് കളർ വരും.
സോയാ സോസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പോർക്കിന് പുളിയും കിട്ടും, ടേസ്റ്റും കിട്ടും, പിന്നെ പോർക്കിന്റെ കളറും മാറും, ഡാർക്ക് കളറാവും. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എൻ്റെ സ്പൂൺ ചെറിയ സ്പൂണാണ്, നിങ്ങളവർക്ക് ഒത്തിരി ഇട്ടുന്നു, അര ടീസ്പൂണേ ഇട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനി ഈ പെപ്പർ പൗഡറും ഗരം മസാലയും സോയാ സോസും എല്ലാം ഇതിനകത്തൊന്ന് പിടിച്ചു വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പോർക്ക് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ലാസ്റ്റ് ഫൈനൽ ടച്ച് എന്ന് പറയുന്ന കൂട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കറി ലീവ്സ് ലാസ്റ്റ് ഇടുമ്പോൾ ഉണ്ടല്ലോ, ആ നെയ്ക്കകത്ത് കിടന്ന് കറി ലീവ്സ് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ആക്കുന്നു. അപ്പം ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ടേസ്റ്റ് പറയാം. നമ്മുടെ ഈസി പെപ്പർ പോർക്ക് ഫ്രൈ ഒക്കെ ഞാനൊരു സെർവിങ് പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പം ഞാൻ ടേസ്റ്റ് നോക്കി, ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ്. ആ പെപ്പറിൻ്റെ ടേസ്റ്റും ആ സോയാ സോസിൻ്റെ ടേസ്റ്റും ഉള്ളി വഴറ്റിയതിൻ്റെയും ലാസ്റ്റ് നമ്മൾ കറി ലീവ്സും ഗരം മസാലയൊക്കെ ഇട്ടില്ല, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പോർക്ക് ഫ്രൈ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളെല്ലാം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കണം. അതുവരെ നിങ്ങളുടെ റുപ്പി ബൈ.